ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ ഇടതുപക്ഷം തടവിലാക്കാത്ത സർവതന്ത്ര സ്വതന്ത്രനായ പ്രധാനമന്ത്രിയായി രണ്ടാം ടൈമിൽ ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിൽ നിന്ന് ഇതുപോലെ ഒരു നിയമനിർമ്മാണവും ഉണ്ടായില്ല എന്നതുകൂടി ഓർമ്മിക്കേണ്ടതാണ്. ഇതെല്ലാം ഉണ്ടായത്, ഈ പറഞ്ഞതെല്ലാം ഉണ്ടായത് ഇടതുപക്ഷ പിന്തുണയുള്ള ഒന്നാം UPA സർക്കാരിന്റെ കാലത്താണ്. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യത്തെ എന്റെ അവസരത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. കാരണം ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, പഞ്ച്മടി ശിബിറിലെ ഞങ്ങളുടെ ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ വേഗത്തിൽ സമയക്കുറവ് ഉണ്ടായതുകൊണ്ടാണ്. പഞ്ച്മടി ശിബിറിലെ നമ്മൾ 2000 പീപ്പിൾ ഓറിയന്റഡ് ഗവേണൻസ്, റൂറൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സോഷ്യൽ എംപവർമെന്റ്, ഇത് പഞ്ച്മടി ശിബിറിൽ പറഞ്ഞാണ്. ഇത് എനാക്ട്മെന്റ് ഓഫ് എ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി. പഞ്ച്മടി ശിബിർ നടപ്പിലാക്കുന്നത് ജൂലൈ 9, 2003 അന്ന് ഇടതുപക്ഷവും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 2004 മൻമോഹൻ സിംഗും ജയറാം രമേശും കൂടെ ചേർന്ന് കോൺഗ്രസ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അതാണിത്. ആ സമയത്ത് ഞങ്ങളും ഇടതുപക്ഷമായിട്ട് യാതൊരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളും അവരുമായിട്ട് ബന്ധം ഉണ്ടായതിനു ശേഷം ശ്രീ സീതാറാം യെച്ചൂരിയും ചിദംബരവും ജയറാം രമേശും എല്ലാം ചേർന്ന് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഞ്ചമടി ശിബിറിലും മാനിഫെസ്റ്റോയിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉൾപ്പെടുത്തും. ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ അവരെ എതിർക്കില്ല, ഇതുപോലൊരു നല്ല കാര്യമായതുകൊണ്ട് എന്നാണ്. അതിനെ ആ നിലയ്ക്ക് തന്നെ കണ്ടാൽ മതി. അല്ലെ, ഇടതുപക്ഷത്തിന്റെ ഒരു ആശയമായിരുന്നെങ്കിൽ 10-35 വർഷം അധികാരത്തിലിരുന്ന വെസ്റ്റ് ബംഗാളിൽ ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു. ഇവർ നടപ്പിലാക്കിയിട്ടൊന്നുമില്ലല്ലോ. അതാണ് അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള സമയത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായത്. എന്തുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇല്ലാതിരുന്ന സമയത്ത് ഇതുപോലത്തെ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എന്താണ്? അത് ഒരു കേൾക്കുമ്പം സുഖമുള്ള ഒരു ചോദ്യമാണ്, യുക്തി ഉണ്ടെന്ന് തോന്നിപ്പോകും. പക്ഷെ അതിലൊരു യുക്തിരാഹിത്യം എന്താണ്? ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാകുന്നത് എന്നാണ്? ഓഗസ്റ്റ് 4, 2009 2009 രണ്ടാം UPA സർക്കാരിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ശ്രീ MP രാജേഷ് ഇന്ത്യൻ പാർലമെന്റിലും ഉണ്ട്. MP രാജേഷ് UPA പിന്തുണയ്ക്കുന്ന MP ആയിരുന്നില്ല. 2004 9 വരെയുള്ള CPM MPമാര് പിന്തുണച്ചെങ്കിൽ 9 മുതലുള്ളവർ പിന്തുണച്ചിട്ടില്ല. അപ്പം 2009 പാസ്സായ റൈറ്റ് ടു എഡ്യൂക്കേഷൻ രണ്ടാം UPA കാലത്താണ്. അതുപോലെ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 പാസ്സാകുന്നത്. അത് രണ്ടാം UPA സർക്കാരിന്റെ കാലത്താണ്. ഭക്ഷ്യസുരക്ഷാ നിയമം ഏറ്റവും വലിയ നിയമമാണ്, അത് പാസ്സാകുന്നത് രണ്ടാം UPA കാലത്താണ്. അപ്പോൾ ഒന്നാം UPA കാലത്ത് മാത്രമേ നിയമം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു പ്രശ്നം ഞാനിപ്പോൾ പറഞ്ഞപ്പം വ്യക്തത വന്നു കാണും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നെഹ്റുവിന്റെ കാലത്ത് നമുക്കറിയാം ഈ നാഷണൽ ബിൽഡിംഗ് ആയിരുന്നല്ലോ. ഇത് ബ്രിട്ടീഷുകാരെ ചൂഷണം ചെയ്ത് ഇല്ലായ്മയാക്കിയ ഒരു രാജ്യം. IIM-ഉം IIT-യും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അതുപോലെയുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും അണക്കെട്ടുകളും ഒക്കെ കൊണ്ട് ഈ രാജ്യം കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ ഒരു ഘട്ടമെത്തിയപ്പോൾ ലോകത്ത് മറ്റു രാജ്യങ്ങൾ, ഈ ചൈനയടക്കം, ചൈന 80 ഈ പറഞ്ഞ ഇവരത് അംഗീകരിച്ചു തരില്ലെങ്കിൽ പോലും സാമ്പത്തിക ഉദാരീകരണത്തിലേക്ക് 80കളിൽ കടന്നു ചൈന. അപ്പൊ 90 ആകുന്നു, നമ്മൾ വലിയ പ്രതിസന്ധിയിലായി. നമുക്ക് ആണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാണംകെട്ട അവസ്ഥയിൽ സാമ്പത്തിക സ്ഥിതി എത്തി നിൽക്കുന്നു. അപ്പോഴാണ് ഈ തരത്തിലേക്ക്. അതുമാത്രമല്ല, ലൈസൻസ് രാജ് അവസാനിപ്പിക്കും എന്നുള്ളത് നമ്മൾ 91 തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അത് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും രഹസ്യമായി കൊണ്ടുവന്ന് ചെയ്ത കാര്യങ്ങളല്ല. അപ്പൊ അതിനുശേഷം അത് നടപ്പിലാക്കി. ഞാൻ ഒറ്റ കാര്യം പറയാം, എന്താണ് അതിന്റെ നേട്ടം ചോദിച്ചാൽ, 1,75,000 കോടി രൂപയുടെ കാർഷിക കടം അതിനുശേഷമോ അതിന് മുൻപോ ഏതെങ്കിലും ഒരു സർക്കാരിന് എഴുതിത്തള്ളുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അപ്പം 8% കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ് GDPക്ക് ഉണ്ടായത്. മൻമോഹൻ സിംഗിന്റെ 10 വർഷക്കാലവും കൺസിസ്റ്റന്റ് ആയ 8% ഗ്രോത്ത് GDPയിൽ ഉണ്ടാവുക എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഡബിൾ ഡിജിറ്റ് GDPയിലേക്ക് GDP ഡബിൾ ഡിജിറ്റിലേക്ക് എത്തി. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി? നമുക്ക് അതുകൊണ്ടാണ് ഈ നാട്ടിലെ 1,75,000 കോടി പാവപ്പെട്ടവന്റെ സഹകരണ ബാങ്കിലെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ പറ്റിയത്, നമുക്ക് നരേഗ നടപ്പിലാക്കാൻ പറ്റിയത്, നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട് നടപ്പിലാക്കാൻ പറ്റിയത്, നമുക്കിതെല്ലാം നടപ്പിലാക്കാൻ പറ്റിയത്. അതിനു മുമ്പ് നമുക്ക് ഇത്രയും വലിയൊരു ലോകത്തിന് പോലും അത്ഭുതമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പൊ കൺസിസ്റ്റന്റ് ആയി ഡബിൾ ഡിജിറ്റിലേക്ക് അല്ലെങ്കിൽ 8% GDP ഗ്രോത്ത് വന്നതിന്റെ ബെനിഫിറ്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ എന്നാണ് അദ്ദേഹം ആദ്യത്തെ ബജറ്റിൽ പറഞ്ഞത്. അതാണ് പിന്നീട് പ്രധാനമന്ത്രി ആയപ്പോൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ സഖ്യകക്ഷിയുടെ കാര്യം താങ്കൾ അതായിരുന്നല്ലോ എന്നോട് ചോദിച്ച ചോദ്യം.
ഞാനൊരു കാര്യം പറയട്ടെ, ശ്രീ വർഗീസ് ജോർജ് ഇവിടെ പറഞ്ഞല്ലോ, ആരോപണങ്ങളായി കൊണ്ടുവന്നു, വിനോദരായി കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചു. അതിന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോ ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അവര് ഭരണപക്ഷത്തെ വിമർശിക്കുന്നുണ്ടോ? ഇപ്പൊ നാഷണൽ മീഡിയയിലെ ചർച്ച പ്രതിപക്ഷത്തെ വിമർശിക്കാനാണ് ചർച്ച നടത്തുന്നത്. രാജേഷ് വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ആ കാര്യത്തിൽ. പക്ഷെ അന്നെന്തായിരുന്നു? അന്ന് ഇതെല്ലാം കൊണ്ടുവന്നു. കോടതി ഇതിനെല്ലാം പരിശോധിച്ചില്ലേ? 10 വർഷമായി BJP അധികാരത്തിലല്ലേ? കൽക്കരിയിൽ എന്ത് കണ്ടെത്തി? 2Gയിൽ എന്ത് കണ്ടെത്തി? ഇതെല്ലാം ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ കൂടി മൻമോഹൻ സിംഗിനെതിരെ, ആ സർക്കാരിനെതിരെ കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ തെറ്റാണെന്ന് ജുഡീഷ്യൽ സ്ക്രൂട്ടണിയിൽ കൂടി തെളിഞ്ഞില്ലേ? അപ്പോ അന്നത് മീഡിയ ആഘോഷിച്ചു. അന്ന ഹസാരയുടെ മൂവ്മെന്റ് ഈ പറഞ്ഞ പോലെ കൊണ്ടുവന്നു. അപ്പം ആ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധം, നിർഭയ സംഭവമുണ്ടായി, കുട്ടികൾ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തി. ആ കുട്ടികളിൽ നിന്നും 6 പെൺകുട്ടികളെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ട് പ്രധാനമന്ത്രി നിയോഗിച്ച മന്ത്രിമാര് പോയി അവരുമായി സംസാരിച്ചില്ല, അവരെ കേട്ടില്ലേ? ഇപ്പോഴോ സങ്കല്പിക്കാൻ കഴിയുമോ? നിർഭയ ആക്ട് വന്നില്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പെൺകുട്ടികൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ പുതിയതായി കൊണ്ടുവന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, മൻമോഹൻ സിംഗിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ആ 10 വർഷക്കാലത്തെ വിലയിരുത്തുമ്പോൾ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറയാൻ മലയാള മനോരമയുടെ 1 മണിക്കൂറല്ല, 1 ദിവസത്തെ ചർച്ച മതിയാകില്ല. ആ നേട്ടങ്ങളെയും നന്മകളെയും എല്ലാം തമസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താങ്കൾ ചർച്ച ഓപ്പൺ ചെയ്ത പോലെയുള്ള ഒരു വാചകം ഡോക്ടർ മൻമോഹൻ സിംഗ് എല്ലാവർക്കും വേണ്ടി പറഞ്ഞത്. ചരിത്രം എന്നോട് നീതി കാണിക്കുമെന്ന് പറഞ്ഞത്. തീർച്ചയായും ചരിത്രം അദ്ദേഹത്തോട് നീതി കാണിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്.